തിരികെ ഉഷയ്ക്കും രമ്യയ്ക്കും ഒപ്പം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഗംഗയുടെ തല താഴ്ന്നു തന്നെയിരുന്നു. അവൾക്കിരു കവിളിലും വല്ലാത്തൊരു പുകച്ചിൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ആ പുകച്ചിലിൽ നിന്ന് ശ്യാമളയുടെ അടിയുടെ ആഘാതം എത്രത്തോളം ഉണ്ടെന്ന് അവൾക്ക് ഊഹിക്കാമായിരുന്നു. ഒരു തരത്തിൽ ശ്യാമളയെ തെറ്റുപറയാൻ കഴിയില്ല. കാരണം അതുപോലൊരു നെറുകേടാണ് താൻ അവരോട് ചെയ്തത്. പക്ഷേ ശ്യാമളയുടെ നാവിൽ നിന്ന് വീണുകേട്ട വാക്കുകളിൽ അവളിൽ വലിയ മുറിവുണ്ടാക്കി. തന്റെ ഈ പ്രവൃത്തി മൂലം അച്ഛൻ ഹോസ്പിറ്റലിലാകേണ്ടി വന്ന കാര്യം വീണ്ടും ഓർമ്മിച്ചതോടെ ഗംഗയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കണ്ണിൽ നിന്ന് പടർന്ന ഉപ്പുനീർ കവിളിലെ ചുവന്നു തിണർത്ത അടയാളത്തിലേക്ക് വീണപ്പോൾ കവിൾത്തടം വീണ്ടും നീറിപ്പുകഞ്ഞു. അവൾ മടിയിലിരുന്ന ബാഗിലേക്ക് മുഖം പൂഴ്ത്തി ആ അവസ്ഥയിൽ തന്നെയിരുന്നു. ഗംഗയുടെ ഓരോ ചലനങ്ങളും തൊട്ടടുത്തിരുന്ന രമ്യ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത്തവണ രമ്യയ്ക്കും ഗംഗയോട് നേരിയ തോതിൽ നീരസം തോന്നി. മറ്റൊന്നും കൊണ്ടല്ല, അവളുടെ അമ്മ തന്നെയാണ് എല്ലാം പറഞ്ഞത്. തന്റെ മുമ്പിൽ ഇപ്പോൾ നിസ്സഹായിയായിരിക്കുന്ന ഈ ഗംഗയ്ക്ക് മറ്റൊരു മുഖം കൂടിയുണ്ടെന്ന ചിന്ത രമ്യയെ അലട്ടി. അവൾക്ക് സത്യത്തിൽ വെറുപ്പ് തോന്നിപ്പോയിരുന്നു. ആ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ ഇവൾക്ക് പിന്നെ ജീവിതത്തിൽ സമാധാനം കിട്ടുമോ? അതുകൊണ്ട് തന്നെ ഗംഗയോട് പഴയതുപോലെ അടുപ്പത്തിൽ ഇടപെടാൻ കഴിയാത്തതുപോലെ അവൾക്ക് തോന്നി. അതേസമയം ഉഷയുടെ ചിന്തകളും ഏതാണ്ടൊക്കെ ഇതൊക്കെ തന്നെയായിരുന്നു. ഗംഗ രാഹുലിന്റെ ചതിയിൽപ്പെട്ടു പോയതെന്നാണ് അവരാദ്യം കരുതിയത്. അവൻ കണ്ണും കൈ കാട്ടി കൂട്ടിക്കൊണ്ടു വന്നതുകൊണ്ടാണ് എവിടെയോ ഇവളോട് ഒരു സഹാനുഭൂതി തോന്നിയത്. എന്നാൽ രാഹുലിനേക്കാൾ അതിബുദ്ധിയാണ് ഗംഗയ്ക്കുള്ളതെന്ന് അവർക്കിപ്പോൾ മനസ്സിലായി. അവളുടെ തള്ളയുടെ കണ്ണുനീര് എന്തെങ്കിലും ഒരു ന്യായം ഗംഗയുടെ ഭാഗത്തുണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം മുഴുവൻ കേട്ടു നിൽക്കില്ലായിരുന്നു. ആ വാക്കുകളെ ഒരിക്കലെങ്കിലും അവൾ എതിർക്കാൻ ശ്രമിച്ചേനെ. കുറേയേറെ സമയത്തിന് ശേഷമാണ് അവർ യാത്രയൊക്കെ കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയത്. ഉഷ പതിവിലും ആവശ്യമായി തീർന്നിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, പോയിട്ട് വരുന്നതുവരെ അവർ ആഹാരമൊന്നും കഴിച്ചില്ല. പുറത്തുനിന്ന് ആഹാരം വാങ്ങി കഴിക്കാനുള്ള പണമൊന്നും ഉഷയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. കഷ്ടിച്ച് വണ്ടിക്കൂലി മാത്രം കരുതിയാണ് അവർ അവിടെ നിന്ന് പോയത്. അതുകൊണ്ട് തന്നെ തിരികെ വീട്ടിലേക്ക് വന്ന് കയറിയ പാടെ ഉഷ വസ്ത്രം മാറി വന്ന് ആഹാരം കഴിച്ചു. അവർക്കൊപ്പം തന്നെ രമ്യയും അടുക്കളയിലുണ്ടായിരുന്നു. അതേസമയം ഗംഗയാണെങ്കിൽ തലയ്ക്കൊരു തരിപ്പ് ബാധിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ രാഹുലിന്റെ മുറിയിലെ പ്ലൈവുഡ് കട്ടിലിൽ തലയ്ക്ക് കൈതാങ്ങിയിരിക്കുവാണ്. അവളുടെ കണ്ണുനീർ വീണ്ടും വീണ്ടും നിറഞ്ഞൊഴുകി. എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് താൻ തിരഞ്ഞെടുത്ത ജീവിതം ഇത്ര വലിയ ദുരന്തമായിരുന്നു എന്ന തിരിച്ചറിവ് അവളെ കൂടുതൽ കുത്തിനോവിച്ചു. അതേസമയം അടുക്കളയിലിരുന്ന് ആഹാരം കഴിക്കുമായിരുന്ന ഉഷയും രമ്യയും പരസ്പരം ഒന്നും തന്നെ മിണ്ടിയില്ല. ഇടയ്ക്കിടയ്ക്ക് രമ്യ ഇടം കണ്ണിട്ട് ഉഷയെ നോക്കുന്നുണ്ട്. നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? ഉഷ ശബ്ദത്തിൽ ഒരല്പം പോലും അയവ് വരുത്താതെ ചോദിച്ചു. ഒന്നുമില്ലമ്മേ, രമ്യ മറുപടി നൽകി. ഒന്നുമില്ലെങ്കിൽ പിന്നെ വേഗം കഴിച്ചെഴുന്നേറ്റ് പോകാൻ നോക്ക്. എന്നിട്ട് ആ പെണ്ണിനോട് വന്ന് എന്തെങ്കിലും ആഹാരം കഴിക്കാൻ പറ. അവള് ചെയ്ത നെറുകേടൊക്കെ തന്നെയാണെങ്കിലും ഈ വീട്ടിൽ നിൽക്കുമ്പോൾ പട്ടിണി കിടത്തുന്നത് ശരിയല്ലല്ലോ. ശരിയമ്മയെന്ന് പറഞ്ഞ് രമ്യ ധൃതിയിൽ ആഹാരം കഴിച്ച് പാത്രം കഴുകി വെച്ച ശേഷം ഗംഗയുടെ മുറിയിലേക്ക് ചെന്നു. ഗംഗെ, അമ്മ നിന്നെ വിളിക്കുന്നു ആഹാരം കഴിക്കാൻ, അവൾ പറഞ്ഞു. എനിക്ക് വിശപ്പില്ല ചേച്ചി, ഗംഗ ദയനീയമായ ശബ്ദത്തിൽ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. അതിന് നീയൊന്നും കഴിച്ചില്ലല്ലോ, എണീറ്റ് വാ ഗംഗെ. ഒന്നും വേണ്ടാഞ്ഞിട്ടാ. ആഹാരം കഴിച്ച് പ്രഷറിനുള്ള ഗുളികയും കഴിച്ച് ഹോളിലേക്ക് നടന്നു വരുന്ന ഉഷ അത് കൃത്യമായി കേട്ടിരുന്നു. അതെന്താടി നിനക്ക് വിശപ്പില്ലാത്തത്? ഈ വീട്ടിലാരും പട്ടിണി ഇരിക്കാൻ പറ്റത്തില്ല. ഉള്ളത് കഴിച്ചും കുടിച്ചും കൂടി ഇരുന്നോളും. എന്തായാലും നീ അത്ര വലിയ പുണ്യാളത്തിയൊന്നും അല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇന്നലെ വരെ ഞാൻ വിചാരിച്ചത് നിന്നെ എന്റെ ചെറുക്കൻ പ്രേമിച്ച് ചതിപ്പെടുത്തി കൊണ്ടുവന്നതാണെന്ന്. ഇപ്പോഴല്ലേ മനസ്സിലായത് അവനേക്കാൾ വലിയ വിത്ത് നീയാണെന്ന്. കൊള്ളാം, തരക്കേടില്ല. അമ്മേ, ഉഷ പറയുന്ന കേട്ട് രമ്യ അവരെ വിളിച്ചു. അല്ലേലും ചേരുമ്പടി ചേരേണ്ടതേ ചേരും, അതുകൊണ്ട് പറഞ്ഞതാ കൊച്ചേ. ഉഷ മനസ്സിൽ തോന്നിയ കാര്യം മറച്ചു വെക്കാതെ അതേപടി പറഞ്ഞപ്പോൾ ഗംഗയ്ക്ക് വീണ്ടും വലിയ അപമാനം തോന്നി. അവൾക്ക് തന്റെ ചുറ്റുമുള്ള എല്ലാത്തിനോടും ഒരുതരം വെറുപ്പ് തോന്നി. ഇവിടെ വന്നിട്ട് ഒരു ദിവസം മാത്രമേ ആയുള്ളൂ എങ്കിൽ പോലും ഉഷയുടെ ദേഷ്യവും തൻ്റെ ഇടവുമൊക്കെ ഗംഗയ്ക്ക് നന്നായി അറിയായിരുന്നു. അതുകൊണ്ട് തൽക്കാലം അവരെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കാതെ പോയി ആഹാരം കഴിക്കുന്നതാണ് ഉചിതമെന്ന് ഗംഗയ്ക്ക് തോന്നി. അവൾ പതിയെ അടുക്കളയിലേക്ക് നടന്നു. അവിടെ കാര്യമായിട്ടൊന്നും തന്നെയില്ല. കലത്തിലിരുന്ന ചോറ്
ഒരു തവി അവൾ പ്ലേറ്റിലേക്ക് ഇട്ടു. നന്നേ വെന്തുപോയ റേഷനരി ചോറ്. ഗംഗയുടെ മുഖത്ത് അവജ്ഞ. അല്പം മോര് കൂട്ടാൻ മാത്രമാണ് ഉള്ളത്. അത് ഇന്നലത്തെ മോരാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾക്ക് മനസ്സിലായി. എന്തോ അവൾക്കതൊക്കെ കഴിക്കാൻ വലിയ മടി തോന്നി. സ്വന്തം വീട്ടിലാണെങ്കിൽ തലേന്നത്തെ മീൻകറി പോലും താൻ കഴിക്കാറുണ്ടായിരുന്നില്ല. മീൻകറി തലേന്ന് വെച്ച് പിറ്റേന്ന് കഴിക്കുന്നതാണ് സ്വാദെന്ന് ഗായു എപ്പോഴും പറയുന്ന കേൾക്കാറുണ്ട്. അവൾക്കത് ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും എല്ലാത്തിനും എതിരായിരുന്നു. തനിക്കിഷ്ടമുള്ള ആഹാരം ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കിത്തരണം എന്നൊരു പിടിവാശി ഉണ്ടായിരുന്നു. ചെറിയൊരു കിണ്ണത്തിലിരുന്ന മോര് പാത്രത്തിൽ വെച്ചൊന്ന് ചുറ്റിച്ചുകൊണ്ട് ചോറിലേക്ക് ഒഴിക്കുമ്പോൾ ഗംഗ പഴയതെല്ലാം കണ്ണീരോടെ ഓർത്തു. ശേഷം തൊട്ടടുത്തിരുന്ന പാത്രം തുറന്നു നോക്കിയപ്പോൾ കണ്ടത് സവാള കുഞ്ഞായി അരിഞ്ഞ് അതിൽ മുളകുപൊടിയും എണ്ണയും ഒഴിച്ച ഒരു കറിയാണ്. അങ്ങനെ ഒരു വിഭവം മുൻപ് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഗംഗ അത് ചമ്മന്തിയാണെന്ന് കരുതി. അവൾ അതിൽ നിന്നും അല്പം എടുത്ത് നാവിലേക്ക് വെച്ച് നോക്കിയെങ്കിലും പ്രത്യേകിച്ച് രുചിയൊന്നും തോന്നിയില്ല. അതുകൊണ്ട് അവൾ അത് എടുത്തില്ല. ശേഷം തൊട്ടപ്പുറത്തിരുന്ന പാത്രം തുറന്നു നോക്കിയപ്പോൾ അത് ശൂന്യമായിരുന്നു. ഒരു നെടുവീർപ്പോടെ ഗംഗ ചോറും മോരും മാത്രം കൊണ്ട് അടുക്കളപ്പടിയിലേക്ക് വന്നിരുന്നു. ഓരോ ഉരുളകളായി വാരി വായിലേക്ക് വെക്കുമ്പോൾ അവൾക്കത് ചവയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കവിളത്ത് അത്രയ്ക്ക് വേദന പോലെ. ശ്യാമള അടിച്ച അടിയുടെ കാഠിന്യം അവൾക്ക് വീണ്ടും ഓർമ്മ വന്നു. കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഇടതടവില്ലാതെ ഒഴുകിയിറങ്ങി. കഴുകാനുള്ള തുണികളും പെറുക്കിയെടുത്തുകൊണ്ട് ഉഷ മുൻവാതിലൂടെ കിണറ്റിൻകരയിലേക്ക് വരുമ്പോൾ അടുക്കളപ്പടിയിലേക്ക് ഒന്നു നോക്കി. കണ്ണീരോടെ ചോറ് വാരി കഴിക്കുന്ന ഗംഗയാണ് അവർ കണ്ടത്. കയ്യിലിരുന്ന തുണികളെല്ലാം കിണറ്റിൻകരയിലിരുന്ന വലിയ ചരുവത്തിലേക്ക് ഇട്ടുകൊണ്ട് ഉഷ നൈറ്റിയും മടക്കി കുത്തി നേരെ ഗംഗയ്ക്ക് മുമ്പിലേക്ക് വന്നു. ദേ കൊച്ചെ, എന്താ നിന്റെ ഉദ്ദേശം? ആഹാരം കഴിക്കുമ്പോഴെങ്കിലും ഒന്ന് കരയാതിരിക്കാൻ പറ്റുമോ നിനക്ക്? അവർ ചോദിച്ചു. ഇപ്പൊ നീ അനുഭവിക്കുന്നതോ നിന്നെ ആരും ഉന്തിത്തള്ളി വിട്ടിട്ടൊന്നുമല്ല. നീ സ്വയം എടുത്ത് ചാടിയതല്ലേ. ജീവനെ പോലെ കൊണ്ടു നടന്ന അപ്പനെ അമ്മയും വേദനിപ്പിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി കൊച്ചേ? അതിൻ്റെയൊക്കെ ശാപമാണ് നീ കണ്ണീര് കുടിക്കുന്നത്. പക്ഷെ അതിവിടെ നടക്കത്തില്ല. ബാക്കിയുള്ളവർ കഷ്ടപ്പെട്ടുണ്ടാക്കിക്കൊണ്ടു വരുന്നതാ. അതിന്റെ മുന്നിലിരുന്ന് മൂങ്ങാനാണ് നിന്റെ ഭാവമെങ്കിൽ എന്റെ വിധം മാറും. ദേഷ്യത്തോടെ പറഞ്ഞ് ഉഷ കിണറ്റുകരിയിലേക്ക് നടന്നു. അത് കേട്ടതും കരയാൻ പോലും മറന്നതുപോലെ ഗംഗ അതേ ഇരിപ്പ് തുടർന്നു. എടുത്ത ചോറ് എങ്ങനെയോ ഒരുവിധം കഴിച്ചു തീർത്ത ശേഷം അവൾ അടുക്കളയിലേക്ക് കയറി പാത്രവും കഴുകി സ്റ്റാൻഡിലേക്ക് വെച്ചു. കുറേയേറെ സമയം അവൾ ഓരോരോ ആലോചനകളുമായി മുറിയിൽ തന്നെ ഇരുന്നു. അപ്പോഴാണ് രാഹുൽ എവിടെ നിന്നോ വന്ന് വീട്ടിലേക്ക് കയറിയത്. ഗംഗ പോയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് അവിടേക്ക് വന്നവൻ തന്റെ മുറിയിൽ അവൾ ഇരിക്കുന്നത് കണ്ടതും ഒട്ടൊരു സംശയത്തോടെ അവൾക്ക് അരികിലേക്ക് ചെന്നു. നീ പോവാണെന്നും പറഞ്ഞ് കെട്ടും കെട്ടി ഇറങ്ങിയിട്ട് എന്തേ തിരിച്ചു വന്നത്? അവൻ ചോദിച്ചു. അത് ചോദിക്കുന്നതോടൊപ്പം തന്നെ അവളുടെ ഇരിക്കവളിലും ചുവന്നു തിണർത്ത് കിടക്കുന്ന വിരലടയാളം അവൻ കണ്ടിരുന്നു. വല്ലാത്ത സന്തോഷത്തിലാണല്ലോ നീ. കവളൊക്കെ തുടുത്തിട്ടുണ്ടല്ലോ. വിടാൻ ഉദ്ദേശമില്ലാത്തതുപോലെ അവളുടെ നിറഞ്ഞൊഴുകിയ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് രാഹുൽ വീണ്ടും അവളെ കുത്തി നോവിക്കാനായി ചോദിച്ചു. നിന്റെ ഇരിപ്പും ഭാവവും ഒക്കെ കണ്ടിട്ട് വീട്ടുകാർ നല്ല രീതിയിലൊന്ന് സൽക്കരിച്ച മട്ടുണ്ടല്ലോ. അർത്ഥം വെച്ച് രാഹുൽ അത് പറഞ്ഞതും ഗംഗയ്ക്ക് തിരിച്ചു മറുപടിയൊന്നും പറയാനില്ല. അവൾ തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് വീണ്ടും കുനിഞ്ഞിരുന്നു. അവൻ വന്ന കൈക്കൊരു തട്ട് കൊടുത്തതും ഗംഗ ദേഷ്യത്തോടെ രാഹുലിനെ നോക്കി. എന്താടി മൂക്കി പേടിപ്പിക്കുന്നത്? എന്നേക്കുമായിട്ട് എന്റെ ജീവിതത്തിൽ നിന്ന് പോകാൻ തുടങ്ങിയവളല്ലേ നീ? എന്നിട്ട് പോയതിലും വേഗത്തിൽ തിരിച്ചു വന്നു. അവൻ പരിഹസിച്ചുകൊണ്ട് അവളെ വീണ്ടും നോക്കി. അപ്പനും അമ്മയും പറഞ്ഞു കാണും, കണ്ടവന്റെ കൂടെ അഴിഞ്ഞാടി നടന്ന മോളല്ലേ വേണ്ടെന്ന്, അല്ലേ? രാഹുലിന്റെ ശബ്ദം ഉയർന്നതും തൊട്ടപ്പുറത്തെ മുറിയിൽ മെഷീനിലിരുന്ന് തയ്ക്കുകയായിരുന്ന രമ്യ മുറിക്ക് പുറത്തേക്ക് വന്നു. ആ ശബ്ദം കേട്ടുകൊണ്ട് തന്നെയാണ് കിണറ്റുകരിയിൽ തുണി അലക്കിക്കൊണ്ടിരുന്ന ഉഷയും അകത്തേക്ക് കയറി വന്നത്. എന്താണ് രാഹുൽ, എന്താ ഇവിടെ പ്രശ്നം? ഉഷ ചോദിച്ചു. ഓ, നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ? രാഹുൽ തിരിച്ച് അവരെ നോക്കി. പിന്നെ എന്റെ വീട്ടിൽ നിന്ന് ഞാനിവിടെ പോകാനാ? ഉഷയ്ക്ക് ദേഷ്യം വന്നു. അല്ല, നിങ്ങളായിരുന്നല്ലോ ഇന്ന് ഇവളെയും കൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇവളെ വീട്ടുകാരെ ഏൽപ്പിക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞല്ലോ. എന്നിട്ട് എന്തായി? ഉദ്ദേശിച്ചതുപോലെയൊന്നും നടന്നില്ലല്ലേ? അവൻ കളിയാക്കുന്ന ഭാവത്തോടെ ചോദിച്ചു. സത്യം പറഞ്ഞാൽ അവർക്ക് പറയാനായി പ്രത്യേകിച്ച് മറുപടിയൊന്നുമില്ല. എങ്കിലും അവർ ഒട്ടും വിട്ടുകൊടുത്തില്ല. രാഹുലെ,
ഇവളുടെ വീട്ടിൽ ഞാൻ ഇവളെയും കൊണ്ട് പോയപ്പോൾ അവര് പറഞ്ഞത് നിന്നെപ്പോലെ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയ ഇവളെ അവർക്കിനി വേണ്ടെന്നാ. അത് കേട്ടതും അവൻ പൊട്ടിച്ചിരിച്ചു. ഈ പെണ്ണൊരുത്തി ഇവിടെ ഇരുന്ന് മെഷീൻ ചവിട്ടി ഉണ്ടാക്കുന്നത് കൊണ്ട് ഭാര്യയ്ക്കും ഭർത്താവിനും ഇവിടെ ചിലവ് കഴിഞ്ഞ് സുഖിച്ച് ജീവിക്കാവുന്ന ചിന്ത വല്ലതും ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്ക്. ഓ, ഉത്തരവ്! അവൻ കൈകൂപ്പി പറയുകയാണ്. എടാ, നിന്റെ ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കേണ്ടത് നിന്റെ കടമയാണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് കിട്ടുന്ന പണിക്ക് പോയി എന്തെങ്കിലും പൈസ ഈ വീട്ടിൽ കൊണ്ട് തന്നോണം. ഇനി പൈസയായിട്ട് തരണമെന്നില്ല, അരിയോ പച്ചക്കറിയോ അങ്ങനെ എന്തെങ്കിലും ഇവിടെ എത്തിക്കണം. ഇല്ലെങ്കിൽ നിന്റെ അമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ. ബാക്കി ഞാൻ അപ്പ കാണിച്ചു തരാം. അതും പറഞ്ഞുകൊണ്ട് ഉഷ വെട്ടിത്തിരിഞ്ഞ് വീണ്ടും തുണിയലക്കാനായി നടന്നപ്പോൾ രാഹുൽ അതീവ ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഗംഗ തളർച്ചയോടെ കട്ടിലിൽ തന്നെ ഇരുന്നു. അവളെ ഒന്ന് ദയനീയമായി നോക്കിക്കൊണ്ട് രമ്യയും അവളുടെ മുറിയിലേക്ക് മടങ്ങി. കോളേജിലൊക്കെ പോയി വന്ന ശേഷം മാധവനും ഗീതയ്ക്കും ഒപ്പമിരുന്ന് വൈകുന്നേരത്തെ ചായ കുടിക്കുകയായിരുന്ന ഗായത്രി. പെട്ടെന്നാണ് അവളുടെ ഫോണിലേക്ക് മഹേഷിന്റെ കോള് വന്നത്. അച്ഛന്റെ അമ്മയുടെയും മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ചിരിയോടെ മഹേഷേട്ടനാണെന്ന് പറഞ്ഞു. ശേഷം മെല്ലെ ഫോണെടുത്ത് ചെവിയോട് ചേർത്ത് വെച്ചു. ഗായു, താനെവിടെയാ? മഹേഷ് ചോദിച്ചപ്പോൾ ഞാൻ വീട്ടിലുണ്ടെന്ന് അവൾ മറുപടി നൽകി. നമുക്കിന്ന് വൈകിട്ട് പുറത്തേക്ക് പോയാലോ? പെട്ടെന്ന് മഹേഷ് ചോദിച്ചത്. ഗായത്രിയിലൊരു അമ്പരപ്പാണുണ്ടായത്. വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 1-2 ആഴ്ചയോളം പിന്നിട്ടിരിക്കുന്നു. എങ്കിലും തങ്ങൾ അങ്ങനെ അധികം എവിടേക്കും പോയിട്ടില്ലായിരുന്നു. ഡോ, താൻ ഫോൺ വെച്ചോ? ഇല്ലില്ല, ഞാനിവിടെ ഉണ്ട്. ഗായത്രി, ഞാൻ ചോദിച്ചത് താൻ കേട്ടില്ലേ? നമുക്ക് രണ്ടുപേർക്കും കൂടി ഇന്നൊന്ന് പുറത്തേക്ക് പോയാലോ? മഹേഷ് വീണ്ടും ആവർത്തിച്ചു. നാളെ സാറ്റർഡേ അല്ലേ? തനിക്കെന്തായാലും കോളേജിൽ പോകേണ്ടതില്ല. പ്രത്യേകിച്ച് പഠിക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് നമുക്കൊന്ന് പുറത്തേക്ക് പോയി ചുറ്റിയടിച്ചു വന്നാലോ? അവൻ വീണ്ടും ചോദിച്ചു. മഹേഷ് അതീവ താല്പര്യത്തോടെയാണ് ചോദിക്കുന്നതെന്ന് അവന്റെ വാക്കുകൾ കേട്ടാൽ തന്നെ ഗായത്രിക്ക് മനസ്സിലായി. പോകാം, മെല്ലെ അവൾ പറഞ്ഞു. എങ്കിലൊരു കാര്യം ചെയ്യും, ഞാൻ വരുമ്പോഴേക്കും താൻ റെഡിയായിട്ട് നിൽക്കുക കേട്ടോ. ഓക്കെ, ശരി ഏട്ടാ, പറഞ്ഞുകൊണ്ട് ഗായു ഫോൺ കട്ട് ചെയ്തു. മാധവനും ഗീതയും ഗായുവിന്റെ മുഖത്തെ നിറഞ്ഞ സന്തോഷത്തിലേക്ക് നോക്കിയിരിക്കുകയാണ്. എന്തുപറ്റി ഗായു, എന്താ ഇത്രയ്ക്ക് സന്തോഷം? ഗീത അവളുടെ മുഖത്തെ ചിരിയിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ ചോദിച്ചു. അതമ്മേ, മഹേഷേട്ടൻ പറഞ്ഞു ഇന്ന് വെറുതെ പുറത്തേക്കൊക്കെ ഒന്ന് പോകാന്ന്. ഏട്ടൻ വരുമ്പോഴേക്കും എന്നോട് റെഡിയായിരിക്കാൻ പറഞ്ഞു. ആണോ? അതേതായാലും നന്നായി മക്കളെ, വെറുതെ പുറത്തൊക്കെ പോയിട്ട് വാ, ഗീത പറഞ്ഞു. ഞാൻ ഇതേപ്പറ്റി അവനോടൊന്ന് പറയാനിരിക്കുമായിരുന്നു. നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് എങ്ങോട്ടേക്കും അങ്ങനെയൊന്നും പോയിട്ടില്ലല്ലോ. പിന്നെ മോൾക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഹണിമൂൺ ട്രിപ്പൊന്നും തൽക്കാലം പോകാൻ പറ്റില്ലായിരിക്കും. എങ്കിലും ഇവിടെ അടുത്തെവിടെയെങ്കിലുമൊക്കെ പോകാമല്ലോ, ഗീത പിന്നെയും അവളോട് വിശദീകരിച്ചു. പിന്നെ ഒരു കാര്യം ചെയ്യും, മോള് വേഗം ചായ കുടിച്ചിട്ട് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ടു. അവൻ വരുമ്പോഴേക്കും രണ്ടുപേർ കൂടി പെട്ടെന്ന് പോകാമല്ലോ. ശരി അമ്മേ. ഗായു ചായ കുടിച്ച കപ്പ് മേശയുടെ മുകളിലേക്ക് വെച്ചിട്ട് ധൃതിയിൽ മുകളിലേക്കുള്ള പടികൾ ഓടിക്കയറി. അതേസമയം മാഷും ശ്യാമളയും ആ വീട്ടിലെ ഇരു കോണുകളിലായി മാറിയിരുന്ന് കണ്ണീർ വാർക്കുകയാണ്. ഏകദേശം ഉച്ചയോടടുത്ത സമയത്താണ് ഗംഗ വന്നു പോയത്. അതിനുശേഷം അവരിരുവരും ഉച്ചക്കത്തെ ആഹാരം പോലും മര്യാദയ്ക്ക് കഴിച്ചിട്ടില്ല. മാഷ്ക്ക് ഗുളിക കഴിക്കേണ്ടതുകൊണ്ട് ശ്യാമള എന്തൊക്കെയോ പറഞ്ഞ് കൃത്രിമ ദേഷ്യവും പരിഭവവും ഒക്കെ കാണിച്ച് ഒരുവിധം മാഷെ കഴിപ്പിച്ചു. ശേഷം അയാളെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം അവരും എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി തീർത്തുകൊണ്ട് എഴുന്നേറ്റതാണ്. ഗംഗ വന്നു പോയതിനു ശേഷം ഇപ്പുറം അവരുടെ കണ്ണുകൾ തോർന്നിട്ടേയില്ല. എല്ലാവരെയും ധിക്കരിച്ചുകൊണ്ട് മകൾ ഒരു ജീവിതത്തിലേക്ക് ഇറങ്ങി തിരിച്ചു എന്നറിഞ്ഞപ്പോൾ ദുഃഖമുണ്ടായിരുന്നു, അതിനപ്പുറം ദേഷ്യവും. എവിടെയെങ്കിലും സുരക്ഷിതയായിരിക്കുമല്ലോ എന്നൊരു ആശ്വാസവും അവരുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പോൾ ആശ്വാസം കൂടിയാണ് ഇല്ലാതായത്. അവരുടെ വീട്ടിലെ അവസ്ഥയൊക്കെ അവൾക്കൊപ്പം വന്ന സ്ത്രീ പറഞ്ഞതാണ്. ഗംഗ ഇങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞു പോകും. ശ്യാമള വല്ലായ്മയോട് ചിന്തിച്ചു. അതേസമയം തന്നെയാണ് അടുക്കള വഴി ജയന്തി അവിടേക്ക് വന്നത്. പതിവിന് വിപരീതമായി ഇന്ന് ആരെയും പുറത്ത് കാണാതായതോടെ വന്നതാണവർ. എന്നാൽ
ശ്യാമള ഡൈനിങ് ഹാളിൽ തലയ്ക്ക് കൈകൊടുത്തിരുന്ന് കരയുന്നതാണ് ജയന്തി കണ്ട കാഴ്ച. ശ്യാമള ചേച്ചി! ജയന്തി അടുത്തേക്ക് വരുമ്പോഴേക്കും ശ്യാമള സാരിത്തുമ്പ് ഉയർത്തി മുഖം നന്നായി തുടച്ചു. എങ്കിലും അവരുടെ മുഖത്ത് ചുവപ്പ് പടർന്ന മൂക്കും തുമ്പും കവിൾത്തടങ്ങളും കണ്ടതോടെ ശ്യാമള കരയുകയായിരുന്നുവെന്ന് ജയന്തി ഉറപ്പിച്ചു. എന്തു പറ്റി ശ്യാമളേച്ചി? എന്തിനാ കരഞ്ഞത്? അവർ വെപ്രാളത്തോടെ ചോദിച്ചു. മാഷിവിടെ മാഷിക്കെന്തെങ്കിലും വയ്യാതെയായോ? എന്താ കാര്യം? ജയന്തിക്ക് പരിഭ്രമമായി. ഏയ്, മാഷ്ക്ക് കുഴപ്പമൊന്നുമില്ല. മാഷ് ഉമ്മറത്തുണ്ട്. പിന്നെ ചേച്ചി എന്തിനാ കരഞ്ഞത്? മാഷും ശ്യാമളയും തമ്മിൽ ഇന്ന് വരെ വാക്ക് തർക്കം പോലും ഉണ്ടാകാത്തത് കൊണ്ട് ജയന്തി ആ വഴിയൊന്നും കാര്യങ്ങൾ ചിന്തിച്ചില്ല. ഇന്ന് അവളിവിടെ വന്നിരുന്നു. ശ്യാമള വിദൂരതയിലെ നോക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ ജയന്തി കാര്യം മനസ്സിലാകാതെ അവരെ നോക്കി. ആര് വന്ന കാര്യ ചേച്ചി പറയുന്നേ? ജയന്തി ചോദിച്ചപ്പോൾ ശ്യാമള പറഞ്ഞു, ഗംഗ. അവളുടെ പേരുച്ചരിക്കുമ്പോൾ ശ്യാമളയുടെ സ്വരം ചിലമ്പിച്ചു പോയിരുന്നു. അവളോ? അവളിനി എന്തിനായി പടി കയറിയത്? ഞൊടിയുടെയും ജയന്തിക്ക് ദേഷ്യം നിറഞ്ഞു. ഗംഗ വന്നപ്പോൾ ഈ വീട്ടിലുണ്ടായ സംഭവവികാസങ്ങളെല്ലാം ശ്യാമള അവരോട് പറഞ്ഞു. നന്നായി, രണ്ടെണ്ണം കൊടുത്തതുകൊണ്ട്. അല്ലെങ്കിലും അവൾക്ക് നല്ല അടിയുടെ കുറവുണ്ടായിരുന്നു. ഗംഗയോടുള്ള അമർഷം തീരാതെ ജയന്തി പെറുപെറുത്തു. പതിവില്ലാതെ ജയന്തിക്ക് തൊട്ടു പിന്നാലെ ഷാജിയും അകത്തേക്ക് കയറി വന്നപ്പോൾ ശ്യാമള പെട്ടെന്ന് ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റു. ഷാജിയുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. എന്നാൽ ശ്യാമളയുടെ ഇരിപ്പും മട്ടും ഭാവവും ഒക്കെ കണ്ടപ്പോൾ ഷാജിക്കും എന്തോ പന്തികേട് തോന്നി. അയാൾ കാര്യം എന്താണെന്ന് ജയന്തിയോട് അന്വേഷിച്ചു. ജയന്തി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഷാജിയുടെ മുഖത്ത് ഒരു വെറുപ്പ് പതഞ്ഞു പൊങ്ങി. എന്നിട്ട് ഏട്ടൻ എവിടെയെന്ന് ഷാജി ശ്യാമളയോട് ചോദിച്ചു. മാഷ് പുറത്തിരിപ്പുണ്ട്. ശ്യാമള പറഞ്ഞതും ഷാജി അങ്ങോട്ടേക്ക് പോയി. ഷാജിക്ക് പിന്നാലെ ശ്യാമളയും ജയന്തിയും. കട്ടി കണ്ണടക്കിടയിലൂടെ ഊർന്ന് കവിളിലേക്ക് ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർ കണ്ണട ഊരി മാറ്റി വെച്ചുകൊണ്ട് തുടച്ചു മാറ്റുകയാണ് മാഷ് ആ നിമിഷം. പെട്ടെന്ന് ഷാജിയെ കണ്ടത് മുഖത്ത് സ്വാഭാവികത വരുത്തിക്കൊണ്ട് അയാൾ തന്റെ കണ്ണുനീർ മറ്റാരും കാണാതിരിക്കാനായി കണ്ണട തിരികെ കണ്ണിലേക്ക് തന്നെ വെച്ചു. നോക്കേട്ട, എന്നോട് ഒളിക്കാനും മറിക്കാനും ഒന്നും നിൽക്കണ്ട. ഏടത്തി എല്ലാം പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആ സമയം ഞാനിവിടെ ഇല്ലാതായിപ്പോയി. ഇപ്പൊ അടിപ്പുരയ്ക്കകത്ത് കയറ്റരുതായിരുന്നു അവളെ. എല്ലാരെയും കണ്ണീര് കുടിപ്പിച്ച് വിഷമിച്ച് ഒരു ഇറുമ്പിനെ പോലും നോവിക്കാത്ത എന്റെ ഏട്ടനെ ഇക്കണ്ട നാട്ടുകാരുടെ മൊത്തം മുന്നിൽ നാണം കെടുത്തി ഇറങ്ങിപ്പോയവളല്ലേ അവൾ. പിന്നെ എന്തിനാണ് അവൾ വന്നത്? അവളെന്തായാലും ജീവിക്കാൻ ഇറങ്ങിപ്പോയതല്ലേ, അങ്ങ് ജീവിക്കാൻ പറയണമായിരുന്നു. അപ്പന്റെ അമ്മയുടെയും കണ്ണീര് വീഴ്ത്തിയിട്ട് അതിന്മേലൊരു ജീവിതം കെട്ടിപ്പിടിക്കാൻ നോക്കിയ ഒരുത്തരും രക്ഷപ്പെട്ട് കണ്ട ചരിത്രമില്ല. എന്റെ ഏട്ടൻ ദേവി ഇത് അവളെ ഓർത്ത് വിഷമിക്കരുത്. അറിയാലോ എന്തൊക്കെ വയ്യായികകൾ ഉള്ള ആളാണെന്ന്. ഒരിക്കൽ അവൾ കാരണം തളർന്നുപോയ മനുഷ്യനാണ് ഏട്ടൻ. ഇനിയെങ്കിലും അവളെ ഓർത്ത് ഉള്ള ആരോഗ്യം കളയരുത്. മാത്രമല്ല, മക്കൾ രണ്ടുപേരും രണ്ടു വഴിക്കായി. ഗായത്രിയും മഹേഷും എന്തൊക്കെ പറഞ്ഞാലും സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം തന്നെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ദേവി ഇത് ഏട്ടൻ ആവശ്യമില്ലാത്ത വയ്യായികളൊക്കെ വരുത്തി വെച്ചാൽ എല്ലാത്തിനും കിടന്നോടാൻ മഹേഷ് ഒരാളെ ഉള്ളൂ എന്ന് ഓർക്കണം. നമ്മളായിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കണം. ഷാജി കാര്യമായി പറഞ്ഞതും മാഷ് എല്ലാം മനസ്സിലായി എന്നതുപോലെ തലയാട്ടി. ഇനിയിപ്പോൾ ഏടത്തി പോയി ഒരു ചായ ഇട്ടേ, നമുക്കെല്ലാവർക്കും ചായ കുടിക്കാം. ഞങ്ങളും വീട്ടിൽ നിന്ന് ചായ കുടിക്കാതെ ഇറങ്ങിയത്. ആ രംഗം നിസ്സാരവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഷാജി പറഞ്ഞു. ഇപ്പൊ കൊണ്ടുവരാം. ശ്യാമള പഴയപടി അടുക്കളയിലേക്ക് നടന്നു. ജയന്തി ഷാജിയെ നോക്കി ഒന്ന് ചിരിച്ചപ്പോൾ ഒന്ന് കണ്ണു ചിമ്മി അവരെ നോക്കി ചിരിച്ചുകൊണ്ട് ഷാജി അടുക്കളയിലേക്ക് കണ്ണു കാണിച്ചു. ശ്യാമളയ്ക്കൊപ്പം ചെല്ലാനാണ് അയാൾ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായതും ജയന്തി ശ്യാമളയ്ക്ക് പിന്നാലെ അടുക്കളയിലേക്ക് നടന്നു. മുകളിലേക്ക് കയറിപ്പോയ ഗായു പെട്ടെന്ന് തന്നെ കുളിയൊക്കെ പാസാക്കി മുടിയൊക്കെ നന്നായി ഉണക്കി ശേഷം ഏത് ഡ്രസ്സ് ധരിക്കണമെന്ന ആലോചനയോടെ വാർഡ്രോബിന്റെ മുന്നിൽ അങ്ങനെ നിന്നു. അപ്പോഴാണ് ഒരു പിങ്കും ഓഫ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ചെറിയ പൂക്കൾ വിടർന്നു നിൽക്കുന്ന തരത്തിലുള്ള ഒരു കോഡ് സെറ്റ് അവളുടെ കണ്ണിൽ പതിഞ്ഞത്. പെട്ടെന്ന് തന്നെ അവൾ അത് ധരിച്ചു. അവരുടെ വിവാഹം കഴിഞ്ഞു ഗായുവിനിടാൻ വേണ്ടി മഹേഷിന്റെ വീട്ടുകാർ വാങ്ങിവെച്ചതായിരുന്നു അത്. ഒപ്പം തന്നെ അതിനോട് മാച്ചാകുന്ന തരത്തിലുള്ള കമ്മലും വളയും ഇട്ടു. ഒരു കൈ വാച്ചും കെട്ടി. ശേഷം മുഖത്ത് ചെറുതായ രീതിയിൽ ഒരു മേക്കപ്പ് ചെയ്തു. നെറ്റിയിൽ ഒരു കുഞ്ഞു പൊട്ടും നെറുകയിൽ നേരിയ സിന്ദൂരവും ഇട്ട്
ശേഷം അവൾ തിരിയുമ്പോഴാണ് മഹേഷ് മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വന്നത്. പെട്ടെന്നായതുകൊണ്ട് തന്നെ ഇരുവരും അല്പനേരം കണ്ണിൽ കണ്ണിൽ നോക്കി നിന്നു. മഹേഷ് ഏട്ടൻ വേഗം റെഡിയാവും, പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഗായത്രി ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു. വിവാഹം കഴിഞ്ഞിട്ട് 2 ആഴ്ച ആയെങ്കിലും ഇപ്പോഴും മഹേഷിനെ കണ്ണി കണ്ണി കാണുമ്പോൾ വല്ലാതെ പിടയ്ക്കും പെണ്ണിന്റെ നെഞ്ച്. കുളിച്ചിറങ്ങി വന്ന മഹേഷ് ഒരു ബേജ് കളർ പാന്റും ഡാർക്ക് മെറൂൺ കളറിലുള്ള ഷർട്ടും ധരിച്ച് നെറ്റിയിലേക്ക് വീണുകിടന്ന കോലൻ മുടിയിഴകൾ നന്നായി ചെയ്യി ഒതുക്കി വെച്ചു. ശേഷം ഒരു കൈയിൽ വാച്ചും കെട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഗായു, ഞാൻ റെഡിയായി, നമുക്ക് ഇറങ്ങിയാലോ എന്ന് ബാൽക്കണിയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. പതിയെ അവൾ ബാൽക്കണിയിൽ നിന്ന് നടന്ന് അവന്റെ അടുത്തേക്ക് വന്നു. പിന്നെ ടേബിളിന്റെ പുറത്തിരുന്ന അവളുടെ ഫോണും എടുത്തുകൊണ്ട് നേരെ താഴേക്ക് പോയി. മാധവനോടും ഗീതയോടും യാത്ര പറഞ്ഞ് ഇരുവരും പുറത്തേക്ക് പോകാനായി ഇറങ്ങി. കാറിൽ പതിവ് രീതിയിൽ പ്രണയഗാനം മുഴുകി കേൾക്കുന്നുണ്ട്. ഗായത്രിക്ക് തന്റെ മനസ്സ് കൈപ്പിടിയിൽ നിൽക്കാത്തതുപോലെ ഒരു തോന്നലാണ്. അവളുടെ കണ്ണുകൾ ചില സമയങ്ങളിൽ അലസമായി മഹേഷിലേക്ക് നീളും. അവനും തന്നെ നിരികെ നോക്കുന്നു എന്ന് കാണുമ്പോൾ പെട്ടെന്ന് നോട്ടം പുറത്തേക്ക് പായിക്കും. അവളുടെ ഈ ഒളിച്ചു കളി കുറച്ചധിക നേരം കൊണ്ട് തന്നെ മഹേഷ് ശ്രദ്ധിക്കുന്നുണ്ട്. അവളുടെ ചുണ്ടിലും എപ്പോഴൊക്കെയോ ഒരു പുഞ്ചിരി മിന്നിമാഞ്ഞു പോകുന്നുണ്ട്. എടോ, തനിക്ക് എന്താ വേണ്ടത്? പെട്ടെന്ന് മഹേഷ് ചോദിച്ചപ്പോൾ ഗായത്രി ഒന്നും മനസ്സിലാവാതെ അവന്റെ മുഖത്തേക്ക് നോക്കി. അങ്ങനെയല്ല, തനിക്ക് കോളേജിൽ കൊണ്ടുപോകാൻ ആവശ്യമായ എന്തെങ്കിലും സാധനങ്ങളോ, അതല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും, അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും വേണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് മഹേഷ് അവൾക്ക് വ്യക്തമാകുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. വേണ്ട മഹേഷ് ഏട്ടാ, എനിക്കിങ്ങനെ പ്രത്യേകിച്ച് ഒന്നും വേണമെന്നില്ല, അവൾ മറുപടി നൽകി. ഓക്കെ, എങ്കിൽ ശരി, നമുക്ക് തനിക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങാം, മഹേഷ് പറഞ്ഞതും ഗായു അവനെ ശാസനയോടെ നോക്കി. എനിക്കിപ്പോൾ ആവശ്യത്തിനുള്ള വസ്ത്രങ്ങളൊക്കെ ഉണ്ട്, അവൾ ചെറിയ കുറുമ്പോടെ പറഞ്ഞു. അതിനിപ്പോ എന്താ, കുറച്ചുകൂടി ആവാലോ, മഹേഷ് തിരിച്ചു ചോദിച്ചു. എന്തായാലും കോളേജിൽ തനിക്ക് യൂണിഫോം ഒന്നുമില്ല, ഓരോരോ ഡ്രസ്സ് മാറ്റി മാറ്റി ഇട്ടുകൊണ്ട് പോകും, പറഞ്ഞുകൊണ്ടവൻ വണ്ടി നേരെ നഗരത്തിലെ പ്രശസ്തമായ ഒരു തുണിക്കടയുടെ മുമ്പിലേക്കാണ് ചെന്നെത്തിച്ചത്.